രാവിലെ തന്നെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഗൈസ്. മഴ പോട്ടെ, കാറ്റാണ് ഒട്ടും സഹിക്കാൻ പറ്റായിരുന്നത്. കാറ്റത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ മതിലിന് എന്തോ പ്രശ്നം പറ്റി. അങ്ങനെ അതിൽ സിമെൻ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം മഴയൊക്കെ കണ്ടിട്ട് നല്ല ചൂട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല ചൂട് ചായയെല്ലാം കുടിച്ച് അപ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ടത്. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ വീടിൻ്റെ ബാക്കിൽ ഒരു മരത്തിൻ്റെ ചില്ല ഒടിഞ്ഞു വീണിരിക്കുന്നു ഗൈസ്. വേറെ പ്രശ്നമൊന്നുമില്ല, വീടിൻ്റെ മുകളിലേക്കൊന്നും വീണില്ല, അതിങ്ങനെ കിടക്കുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന്. കുറച്ച് ദിവസമായിട്ട് പ്രാക്ടീസൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞാൻ കുറേ നേരം പ്രാക്ടീസ് എല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ്സസൊക്കെ തുടങ്ങാൻ സമയമായി. അപ്പോഴേക്കും ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡിയായി, സ്റ്റുഡൻ്റൊക്കെ റെഡിയായി. അങ്ങനെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ക്ലാസ് എല്ലാം എടുത്തു തുടങ്ങി. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശന്നു. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു റോബസ്റ്റ പഴം കഴിക്കാം. പിന്നെ ഞാൻ എഗ്ഗിൻ്റെ വൈറ്റും കഴിച്ചു. അപ്പോൾ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇവരെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലായിരുന്നു ഗൈസ്. 3 പേരോട് ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് TV എല്ലാം കണ്ടു. അപ്പോഴേക്കും ഉച്ചയായി, ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോഴേക്കും അമ്മ നല്ല കിടിലും കറിയൊക്കെ ഉണ്ടാക്കി. കണ്ടപ്പോൾ തന്നെ കൺട്രോൾ പോയി, വായിൽ നിന്നെല്ലാം വെള്ളം വന്നു. നല്ല അടിപൊളി നെയ്ച്ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറി, അതിൻ്റെ കൂടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ. പിന്നെ ഈ മീൻ ഏതാണെന്ന് എനിക്കറിയത്തില്ല, മീൻകാരനോട് തന്നെ ചോദിക്കണം, അറിയത്തില്ല ഗൈസ്. നല്ല മീൻകറി, പിന്നെ നല്ല തക്കാളിയൊക്കെ ഇട്ട രസം, പിന്നെ പപ്പടം. അങ്ങനെ ഞാൻ ചോറെല്ലാം എടുത്തിട്ട് വന്നിട്ട് നമ്മൾ കറിയെല്ലാം ഓരോന്നോരോന്നായിട്ട് വിളമ്പി. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നൊഴിക്കുകയായിരുന്നു, കഴിക്കാനിങ്ങനെ കൊതിയായിട്ട്. അങ്ങനെ നമ്മൾ കറിയെല്ലാം വിളമ്പി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഫൈനലി ഞാൻ കഴിച്ചു തുടങ്ങി. കഴിച്ചൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കിടിലം മീൻകറി, രസമൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ഒരു സൈഡ് ഫ്ലാറ്റാണ് പറയാം. അപ്പോഴത്തേക്ക് ഞാനൊരു 2 മുറുക്കൂടെ കഴിച്ച് നേരെ പോയി കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നീട് വീടെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം വീടെല്ലാം നന്നായിട്ട് പുകച്ച്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.